പരിശുദ്ധ റസൂലിന്റെ മുമ്പിൽ സൗബാൻ വന്നു നിൽക്കുന്നു. സൗബാനാകെ വിളറിപ്പോയിരിക്കുന്നു, മുഖമാകെ മ്ലേനമായിരിക്കുന്നു. സ്നേഹത്തോടുകൂടി പരിശുദ്ധ നബി ചോദിച്ചു, യാ സൗബാൻ മാ ഗയ്യറ ലൗനുക്, നിങ്ങളുടെ നിറമെന്തേ മാറിപ്പോയി സൗബാൻ? സൗബാൻ എന്ന സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, രോഗമോ ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും എന്നെ ബാധിച്ചിട്ടില്ല. വലിയ ഒരു വിഷയമൊഴികെ, ആ വിഷയമാണ് എന്നെ ബാധിച്ചത്. അതിന്റെ സങ്കടത്തിൽ ഞാൻ കിടന്ന് പ്രയാസപ്പെടുകയാണ്. അങ്ങയെ കാണാതിരിക്കുമ്പോ അങ്ങയെ കാണാനുള്ള മോഹം എന്റെ ഹൃദയത്തിൽ തിടുക്കമായി വരികയാണ്. ഇവിടുന്ന് പോയാൽ അങ്ങയെ കാണാൻ വേണ്ടും വല്ലാത്ത മോഹം വരികയാണ്. വല്ലാത്ത മനപ്രയാസം ഞാൻ അനുഭവിക്കുകയാണ്. വല്ലാത്ത ഏകാന്തതയും വിജനതയും എന്നെ അലട്ടുകയാണ് അങ്ങയെ കാണാതിരുന്നാൽ. ഹത്താ അൽഖാക, കാണുന്നവരെ ആ പ്രയാസമാണ്, കണ്ടാൽ മാത്രമേ അത് നീങ്ങൂ. സുമ്മ ദകർതുൽ ആഖിറ, അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ആശ്വാസത്തിന് വേണ്ടി പരലോകത്തെ ഓർത്തുപോയി. വഅഖാഫു അല്ലാ അറാക ഹുനാക, പരലോകത്തും അങ്ങയെ കാണാതെ പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ലിഅന്നി അറഫ്തു അന്നക തുർഫഉ മഅൻ നബിയ്യിൻ, അങ്ങ് പ്രവാചകന്മാർക്കൊപ്പം ഉന്നതമായ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. വഇന്നി ഇൻ ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിൽ കടന്നാൽ തന്നെ കുന്തു ഫീ മൻസിലത്തിൻ ഹിയ അദ്നാ മിൻ മൻസിലതിക്, അങ്ങയുടെ പദവിയേക്കാൾ വളരെ താണ പദവിയിലായിരിക്കുമല്ലോ ഞാൻ. അങ്ങ് അമ്പിയാക്കൾക്കൊപ്പം ഉയർത്തപ്പെടുമല്ലോ. വഇൻ ലം അദ്ഖുൽ, ഞാൻ അങ്ങാനും സ്വർഗ്ഗത്തിലേക്ക് കടന്നില്ലെങ്കിലോ ഫദാലിക ഹീന ലാ അറാക അബദാ, ഒരിക്കലും അങ്ങയെ കാണാൻ എനിക്ക് കഴിയാതെ വരുമല്ലോ. അതോർത്തുകൊണ്ട് മനപ്രയാസം കൊണ്ട് കഠിനമായ ഏകാന്തത അനുഭവിച്ചതുകൊണ്ട് എന്റെ ശരീരം വളറിയതാണ്, അല്ലാതെ എനിക്കൊരസുഖവുമില്ല. പരിശുദ്ധ റസൂൽ, യുവാക്കളുടെ ഹൃദയത്തിൽ സകല നേതാക്കളുടെയും പേര് വെട്ടണം, സകല ആളുകളെയും മായ്ച്ചു കളയണം. ഒരേ ഒരു വഴികാട്ടി, ഒരേ ഒരു മാർഗദർശി, മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.